പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന സഖാവ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന സമയത്ത് നമുക്കുണ്ടായ മനോവ്യഥ, ആ നിഷ്ഠൂരവും ആയിട്ടുള്ള കൊലപാതകം നടന്ന് 12 വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. എനിക്ക് 2012 മെയ് 4 രാത്രി 10:45 അതിക്രൂരവും നിഷ്ഠൂരവും നീചവുമായി ടി പി ചന്ദ്രശേഖരൻ CPM വിട്ടയച്ച കൊടും ക്രിമിനലുകളുടെ വെട്ടും കുത്തുമേറ്റ് മരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത്. ആ കൊലപാതകം നടന്ന് ഇപ്പോൾ 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ 12 വർഷം കഴിഞ്ഞിട്ടും CPM ആ കൊലപാതകികൾക്കൊപ്പമാണ് എന്നതിൻ്റെ പുതിയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സുഹൃത്തുക്കളെ, ടി പി ചന്ദ്രശേഖരനെ നിഷ്ഠൂരമായി കൊന്നത് 2012 മെയ് 4 അതിനുശേഷം അത് UDF സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. ആ സർക്കാർ നിയമിച്ച അന്വേഷണ സംഘം വളരെ കാര്യക്ഷമമായി അന്വേഷണം നടത്തി. കുറേയൊക്കെ പ്രതികളെ, കാരണം കൊന്നവരെ മാത്രമേ ശിക്ഷിച്ചുള്ളൂ എന്നുള്ളത് വാദം പിന്നീട് വന്നിരുന്നല്ലോ. കൊല്ലിച്ചവർ രക്ഷപ്പെട്ടു പോയെങ്കിലും കുറേയൊക്കെ പ്രതികളെ അന്വേഷണ സംഘം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചു. 2014 ആ കേസിൽ വിധി വന്നു. ഇത്രയും പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കുന്നതിനൊക്കെ അന്നത്തെ UDF സർക്കാർ വലിയ ശ്രമം നടത്തിയിരുന്നു. ആ വിധി വന്നു. ആ വിധിയിൽ കുറേ പേർ ശിക്ഷിക്കപ്പെട്ടു. പാർട്ടിയുടെ ചില ഭാരവാഹികൾ ശിക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ കൊന്ന കൊടും ക്രിമിനലുകളെല്ലാം തന്നെ ശിക്ഷിക്കപ്പെട്ടു. പാർട്ടിയുടെ ഭാരവാഹി എന്ന് പറയുമ്പോൾ KC രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നു, അയാൾ ശിക്ഷിക്കപ്പെട്ടു. PK കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന പാനൂർ ഏരിയ സെക്രട്ടറിയും പിന്നീട് ഏരിയ കമ്മിറ്റി മെമ്പറുമായിരുന്ന അയാൾ ശിക്ഷിക്കപ്പെട്ടു. വേറൊരു നേതാവ് കൂടി ശിക്ഷിക്കപ്പെട്ടു, പേര് ഞാൻ ഓർക്കുന്നില്ല. അതിൽ PK കുഞ്ഞനന്ദനും ഈ പറഞ്ഞ നേതാവും അദ്ദേഹം മരിച്ചു. ബാക്കിയുള്ളവർ ശിക്ഷാ കാലാവധി, അതായത് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ PK കുഞ്ഞനന്ദൻ മരിക്കുന്നത്, ജയിലിൽ കിടന്ന് മരിക്കുന്നത്. മറ്റുള്ള പ്രധാനപ്പെട്ട പ്രതികളെല്ലാം തന്നെ കുറ്റവാളികളായി അവർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ KC രാമചന്ദ്രനും PV റഫീഖും PK കുഞ്ഞനന്ദനും ഈ ശിക്ഷയ്ക്കെതിരെ അപ്പീൽ സമർപ്പിച്ചു. പിന്നെ PK കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരായിരുന്നു വാദി. അവർ 3 പേരും അപ്പീൽ സമർപ്പിച്ചു. ആ അപ്പീലിൽ ഹൈക്കോടതി വാദം കേട്ടു. ഹൈക്കോടതി വാദം കേട്ടിട്ട് 2024 ഫെബ്രുവരി 19 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അതിൽ വിധി പ്രഖ്യാപിച്ചു. അതൊക്കെ നമ്മൾ കേട്ടതാണ്. ആ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി പ്രകാരം 20 വർഷക്കാലം ഈ കുറ്റവാളികൾ ശിക്ഷ അനുഭവിക്കണമെന്നും ആ ശിക്ഷ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ കുറ്റവാളികൾക്ക് ഒരിക്കലും ശിക്ഷാ ഇളവ് നൽകരുത് എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം 2024 ഫെബ്രുവരി 19 പുറപ്പെടുവിച്ച വിധിയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജയശങ്കരൻ നമ്പ്യാരും കൗസർ ഇടപ്പകത്തും അടങ്ങുന്ന 2-അംഗ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന് മുമ്പ് എനിക്ക് 2 കാര്യങ്ങൾ ആമുഖമായി പറയാനുള്ളത്, ഈ കേസിൽ അതിൻ്റെ വിചാരണ തുടങ്ങുന്ന സമയം മുതൽ നിരന്തരം ഗവൺമെൻറ് കുറ്റവാളികളോടൊപ്പമായിരുന്നു നിന്നത് എന്നുള്ളതാണ്. 2016 ശേഷം എത്രയോ തവണ ആ പ്രതികൾക്ക് പരോൾ കൊടുത്തു. എനിക്കൊന്ന് 1-1.5 വർഷം അവർ പരോളിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ചികിത്സ കൊടുത്തു. അതിൽ പല പ്രതികളുടെയും വിവാഹത്തിന് പാർട്ടി നേതാക്കന്മാർ പോയി പങ്കെടുത്തു. PK കുഞ്ഞനന്ദൻ കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലും PK കുഞ്ഞനന്ദനെ പാർട്ടി ഭാരവാഹിയായി തിരഞ്ഞെടുത്തു. അത് ഭരണഘടനയ്ക്ക് തന്നെ എതിരായിരുന്നു. അപ്പോൾ ആ നിലയിൽ
ഈ കൊലപാതകം നടന്ന സമയം മുതൽ വർഷങ്ങളോളം ഗവൺമെൻറ്റും CPM-ഉം തങ്ങൾ പ്രതികൾക്കൊപ്പമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടികളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം പാർട്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതും ഈ കൊലപാതകത്തിൽ പങ്കാളികളായിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ളത് ഈ കുറ്റവാളികൾക്ക് നല്ലപോലെ അറിയാവുന്നതാണ് എന്നുള്ളതും കൊണ്ടുപോയിരുന്നു. ആരാണ് തങ്ങളെ കൊല്ലിക്കാൻ വിട്ടത് എന്നുള്ളതൊക്കെ സംബന്ധിച്ച് കൃത്യമായി കുറ്റവാളികൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് പച്ചപ്പരസ്യമായി സർക്കാരും CPM-ഉം നിരന്തരമായി ഈ പ്രതികൾക്ക് വേണ്ടി നിലകൊണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരോള് കിട്ടിയത്. PK കുഞ്ഞനന്തനെ പാർട്ടി ഭാരവാഹിയായി ജയിലിൽ കിടക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചത്. PK കുഞ്ഞനന്തൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിച്ചത്. അതൊക്കെ തന്നെ ഈ കാരണം കൊണ്ടായി. സുഹൃത്തുക്കളെ, ഇപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പ്രതികൾക്ക്, ഇതിൽ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നീ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ശിക്ഷാ ഇളവ് നൽകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു എന്നുള്ളതിൻ്റെ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന് പ്രതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് കത്തയച്ചിരിക്കുകയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നീ 3 പ്രതികൾക്ക്, ഈ 3 കുറ്റവാളികൾക്ക്, പ്രതികളല്ല കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നടപടിക്രമം സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ നീക്കത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ നീക്കം കൃത്യമായ കോടതി അലക്ഷ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധിന്യായത്തെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. KC രാമചന്ദ്രനും PV റഫീഖും അടങ്ങുന്ന കുറ്റവാളികൾ അവർ നൽകിയ അപ്പീല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. ജയശങ്കരൻ നമ്പ്യാർ, കൗസർ ഇടപ്പകത്ത് എന്നീ 2 ന്യായാധിപന്മാരാണത് വിശദമായ വാദം അതിൽ കേട്ടത്. അതിനെ തുടർന്ന് 150 പേജുള്ള ഒരു ദീർഘമായ വിധിന്യായം അവർ 2024 ഫെബ്രുവരി 19 പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വിധിന്യായത്തിൽ അവർ കീഴ്ക്കോടതിയിലെ വിചാരണ കോടതി ഈ പ്രതികളെല്ലാം ശിക്ഷിച്ചത് സംബന്ധിച്ചിട്ടുള്ള ശിക്ഷകളെല്ലാം ശരിവയ്ക്കുകയും KK കൃഷ്ണനും GOG ബാബു എന്ന് പറഞ്ഞ 2 പേരെ വെറുതെ വിട്ടത് റദ്ദാക്കുകയും അവർ കൂടി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടതാണ് എന്ന് പറയുകയും പ്രതികളെല്ലാം തന്നെ 20 വർഷക്കാലം ശിക്ഷ അനുഭവിക്കേണ്ടതാണ് എന്നുള്ള ഒരു വിധി, ഒരു ചരിത്ര വിധി അവർ ആ ഡിവിഷൻ ബെഞ്ച് 2024 ഫെബ്രുവരി 19 പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വിധിന്യായത്തിൻ്റെ കൃത്യമായിട്ടുള്ള ലംഘനമായിരിക്കും ഈ 3 കുറ്റവാളികൾക്കും, ഈ TK രജീഷിനും മുഹമ്മദ് ഷാഫിക്കും അണ്ണൻ സിജിത്തിനും ശിക്ഷാ ഇളവ് ലഭിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 2024 ഫെബ്രുവരി 19 പുറപ്പെടുവിക്കപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുടെ നഗ്നമായ ലംഘനമായിരിക്കും ഇവർക്ക് ശിക്ഷാ ഇളവ് കിട്ടിയാൽ എന്നുള്ളത്. കാരണം ഫെബ്രുവരി 19 ആ വിധിന്യായം പുറപ്പെടുവിച്ചു. ഫെബ്രുവരി 26 അതിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഫെബ്രുവരി 26 ആ ബെഞ്ചിൽ നിന്ന് പിന്നീടുണ്ടായത്. ആ ബെഞ്ച് ശിക്ഷയുമായി ബന്ധപ്പെട്ട് വിധി പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്താ? അവർ പറഞ്ഞത് ശിക്ഷാ ഇളവ് നൽകാനുള്ള അവകാശം സർക്കാരിനുള്ളതാണ്. ശിക്ഷാ ഇളവ് എന്ന് പറയുമ്പോൾ നിയമഭാഷയിൽ റെമിഷൻ എന്നാണ് പറയുന്നത്. അത് നൽകാനുള്ള അവകാശം സർക്കാരിനാണുള്ളത്. എന്നവർ പറഞ്ഞു. ആ വിധിയിൽ തന്നെ പറഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വിചാരണ കോടതി ജഡ്ജിയും ഇവർക്കൊരു 20 വർഷമെങ്കിലും ശിക്ഷ കൊടുക്കേണ്ടതാണ്, പക്ഷേ അതിനുള്ള അവകാശാധികാരം എനിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ശിക്ഷ കൊടുക്കാത്തത് എന്ന് വിചാരണ കോടതി ജഡ്ജി പറഞ്ഞിരുന്ന കാര്യം ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിന്യായത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിന്യായത്തിൽ അവർ പറഞ്ഞത് ഇത് ഇൻവോക്ക് ചെയ്യാനുള്ള ഇത് ഉപയോഗിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ടെങ്കിലും 20 വർഷം ഈ കുറ്റവാളികൾ ശിക്ഷ അനുവദിച്ചതിന് ശേഷം മാത്രമേ ഈ അവകാശം സംസ്ഥാന സർക്കാർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്.
അൺലെസ് 20 വർഷമെങ്കിലും ശിക്ഷ അനുവദിക്കാതെ ദ ഗവൺമെൻറ് ഷുഡ് നോട്ട് ഇൻവോക്ക് ദ പവർ ഫോർ റെമിഷൻ എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തങ്ങളുടെ വിധിന്യായത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ TP കേസിലെ മൂന്ന് കുറ്റവാളികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം തീർത്തും കോടതിയെ ലക്ഷ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനുള്ള നീക്കം ആരംഭിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിഷ്ഠൂരവും നീചവും ദാരുണവുമായിട്ടുള്ള കൊലപാതകം നടന്ന് 12 വർഷം കഴിഞ്ഞിട്ടും CPM-ഉം അവർ നേതൃത്വം നൽകുന്ന പാർട്ടിയും TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകികളുടെ കൂടെയാണ് എന്നുള്ളത്. അതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. കഴിഞ്ഞ 12 വർഷക്കാലവും അവർ കൊലപാതകികളോട് കൂടെയായിരുന്നു, ഇപ്പോഴും അവർ കൊലപാതകികളോടൊപ്പമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ചില പ്രശ്നങ്ങളുണ്ട് CPM-ന്. കാരണം ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ കുറ്റവാളികൾ ഈ കുറ്റം ചെയ്തത് ഉന്നതരായിട്ടുള്ള CPM നേതാക്കന്മാരുടെ ഉത്തരവ് പ്രകാരമായിരുന്നു എന്നുള്ളത് വസ്തുതയാണല്ലോ. അപ്പോൾ അതിൻ്റെ രഹസ്യങ്ങളെല്ലാം തന്നെ ഈ കുറ്റവാളികൾക്ക് അറിയാവുന്നതാണ്. ആ കുറ്റവാളികൾ ജയിലിൽ കിടക്കുന്നവർ അസ്വസ്ഥരാണ്. കാരണം അവർക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. അവരസ്വസ്ഥരാണ്. അവരുടെ സമ്മർദ്ദം പാർട്ടിയുടെ മേലുണ്ട്. ഞങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ രഹസ്യങ്ങളെല്ലാം വിളിച്ചു പറയും എന്നൊക്കെയുള്ള നിലയിൽ അവർ സംസാരിക്കുന്നുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ആ കുറ്റവാളികളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടല്ലോ CPM-ന് സർക്കാരിന്. ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും കോടതി വിധി കൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംതൃപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാകാം. 2, ശിക്ഷാ ഇളവ് നൽകാനുള്ള അവകാശം സർക്കാരിനാണുള്ളത്. അതിന്മേൽ കോടതി ഇടപെടൽ നടത്തുകയാണ് എന്നുള്ള നിലയിലുള്ളൊരു പ്രചരണം വേണമെങ്കിൽ അവർക്ക് നടത്താൻ പറ്റും. എന്ന് മാത്രമല്ല, ഇവർക്ക് മുൻകാലത്ത് ഇവർ കുറ്റങ്ങളൊന്നും ചെയ്തു എന്നുള്ളതിന് എൻ്റെ ചരിത്രം അവർക്കില്ല, ഇവർക്ക് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണമൊക്കെ സർക്കാരിന് CPM-നൊക്കെ നടത്താൻ പറ്റും. എന്തായാലും പാർട്ടിയും സർക്കാരും വലിയ സമ്മർദ്ദത്തിലാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. ഇത് നടന്നാൽ അത് കോടതി വിരുദ്ധമായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ വാദിഭാഗം അവർ ഇതിനെതിരായി ഗവർണറെ സമീപിക്കാൻ, കാരണം സർക്കാർ ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചാലും റെമിഷനുള്ള അന്തിമ അധികാരം ഗവർണറുടെ കയ്യിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ റെമിഷൻ അല്ലെങ്കിൽ ഈ ശിക്ഷാ ഇളവ് അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാദിഭാഗം ഗവർണറെ സമീപിക്കും എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിക്കുന്നത്. ഒരു കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന് 12 വർഷങ്ങൾക്ക് ശേഷവും CPM-ഉം CPM-ൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും ഇപ്പോഴും കൊലപാതകികളായിട്ടുള്ള ക്രിമിനലുകളായിട്ടുള്ള കുറ്റവാളികൾക്ക് ഒപ്പമാണ് എന്നതാണ് അത്.